ഗൈസ്, അപ്പം ഇന്നത്തേത് ഹോസ്റ്റൽ വെക്കേറ്റിംഗ് വ്ളോഗാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് എക്സാം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഡേ ഓഫ് എക്സാം ആണ്. യൂണിഫോം ഇട്ടിട്ട് അവസാനമായിട്ട് എഴുതാൻ പോകുന്നത്. അങ്ങനെ ഹോസ്റ്റലിലെ അവസാന കുറച്ച് ദിവസത്തെ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് സ്റ്റഡി വ്ളോഗ്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കും. പിന്നെ ഞങ്ങൾ പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ആയിട്ട്. എക്സാം തീർന്ന അന്ന് തന്നെ ഞങ്ങൾ ക്ലീനിങ് ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചത് പോരുന്നതിൻ്റെ അന്ന് രാവിലെയാണ്. ഇവർ നൈറ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല മൈഗ്രെയിൻ ഒക്കെ ആയിട്ട് ആകെ സീനായിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അന്ന് ക്ലീൻ ചെയ്തില്ല. പിറ്റേ ദിവസം പോരുന്നതിൻ്റെ അന്നാണ് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചത്. ഹോളിൽ എല്ലാവരുടെയും സാധനങ്ങളൊക്കെ അവരവരെടുത്ത് വെച്ചാൽ മതി. വേറെയൊക്കെ ക്ലീനിങ് ഒക്കെ പിറ്റേ ദിവസമായിരുന്നു. ഇത് പിറ്റേ ദിവസം ആയപ്പോഴാണ് കേട്ടോ. പിന്നെ ബാക്കി ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും അവരവരുടെ ബുക്സാണ് അന്ന് രാത്രി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പാട്ടൊക്കെ വെച്ച് ചില്ലായിട്ടാണ് ഞങ്ങൾ ക്ലീനിങ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ TLM ഒക്കെ ഇത് കൊടുക്കണമെന്നേ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഈ മെറ്റീരിയൽസ് ഒക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ചേക്കുമായിരുന്നു വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി. പക്ഷേ എൻ്റെ സാധനങ്ങൾ അധികം ആയതുകൊണ്ട് തന്നെ ഞാനത് കൊടുത്തിട്ട്, അതായത് ആക്രിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇതുപോലെ കൊടുക്കുന്നുണ്ട് ആവശ്യമില്ലാത്തത്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് വേണം പോരാന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ കൊടുക്കേണ്ടി വന്നു. എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കിയപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട് പിന്നെ നിന്നു. കിച്ചണിലാണെങ്കിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാവരുടെയും സാധനങ്ങൾ മാറ്റി മാറ്റി വെച്ചിട്ട് ബാക്കി ഈ താഴ്ത്ത് വെച്ചിരിക്കുന്നതും പിന്നെ ഷെൽഫിലിരിക്കുന്ന കുറച്ച് സാധനങ്ങളും കൂടെ ഞങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം അടുക്കി പെറുക്കി എടുത്ത് വെക്കുന്നതാണ്. ഇത് കൂടാതെ ഇത് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇത് കൂടാതെ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു ബാക്കി. ആ സമയത്ത് നല്ല മഴ അങ്ങ് പെയ്തു. മഴ അങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ അടുക്കളയിൽ കയറിയിട്ട് ആ ക്ലീൻ ചെയ്തതിൻ്റെ അപ്പുറത്ത് എൻ്റെ സാധനങ്ങൾ മാത്രം ഞാൻ കഴുകി വെക്കുകയായിരുന്നു. ഓൾറെഡി കഴുകി വെച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഫുള്ള് പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട്, വൈകുന്നേരം ആണല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കാം എന്നുള്ള രീതിയിൽ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഇനിയിപ്പോൾ ഉപയോഗിക്കില്ല. രാവിലെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കുക എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കഴുകി ക്ലീൻ ആക്കി വെച്ചു. എല്ലാ പ്ലേറ്റ്സും കാര്യങ്ങളും പാത്രങ്ങളും ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ചധികം ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി തിരിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊട്ടാതെ തന്നെ കൊണ്ടുപോകണ്ടേ. അതുകൊണ്ട് ഞാനിങ്ങനെ റാപ്പ് ചെയ്ത് സെക്യൂർ ആയിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓട്ടോയ്ക്കാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൊട്ടാതിരിക്കാൻ സേഫായിട്ട് ഞാൻ ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് പോയി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താഴത്ത് പോയി ഇത്തയുടെ അടുത്തുനിന്ന് കുറച്ച് റംബൂട്ടാനൊക്കെ പറിച്ചിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. ഷാരു ആണെങ്കിൽ ഒരു കിറ്റ് റംബൂട്ടാനും കൊണ്ടാണ് വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ റംബൂട്ടാനൊക്കെ കുറച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നു. പിന്നെ ആ ബാഗൊക്കെ എനിക്ക് കൊണ്ടുപോകാനുള്ളതാണ്. പിന്നെ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൽ പോകണമായിരുന്നു. കോളേജിൽ കുറച്ച് TC സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മേടിക്കാനായിട്ട് വേണ്ടി കോളേജിൽ പോയി. ഇതാണ് എൻ്റെ കോളേജിൻ്റെ ബാക്ക് സൈഡാണ്. ഫ്രണ്ട് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ സ്കൂളും ഉണ്ട്. ഓഫീസിൽ ചെന്ന TC ഒക്കെ മേടിച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മേടിച്ചതിന് ശേഷം ടീച്ചേഴ്സിനെയൊക്കെ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആക്രി എടുക്കാനായിട്ട് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഇറ്റയ്ക്ക് ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊടുത്തു. പിന്നെയാണെങ്കിൽ വേറൊരു പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കളർ ചാർട്ടുകളൊന്നും ഈ എടുക്കില്ല. അതായത് ലൈറ്റ് ബ്ലൂവും പിന്നെ വൈറ്റ് കളർ ചാർട്ട് മാത്രമേ കൊണ്ടുപോകുള്ളായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾക്ക് കത്തിക്കേണ്ടി വന്നു. അതായത് ഈ സൈഡിൽ കിടക്കുന്ന ചാർട്ടുകളും ബാക്കി എല്ലാ സാധനങ്ങളും എടുക്കാത്തതായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് കത്തിച്ച് കളയുകയും അത് സെപ്പറേറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾക്ക് പ്ലാസ്റ്റിക് വേറെ അങ്ങനെ ആക്കിയൊക്കെ വെക്കണമായിരുന്നു.
അത് വേറൊരു ഇരട്ടിപ്പണിയായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ആക്രി എല്ലാം കൊടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഷാരു പോയിട്ടുണ്ടായിരുന്നു. ബാക്കി വന്ന എല്ലാ സാധനങ്ങളും കൂടി ഇട്ട് കത്തിച്ച് കളഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. രാവിലെ തൊട്ട് ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണി ഓർഡർ ചെയ്ത് ബിരിയാണിയൊക്കെ കഴിച്ചു. സോ കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ ഞാനും പോകും എന്നുള്ളൊരു റിയാലിറ്റി മനസ്സിലാക്കി കുറച്ച് ഹാർഡാണെങ്കിലും ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. സോ ഇത്രയും സാധനങ്ങളായിരുന്നു എനിക്ക് കൊണ്ടുപോകേണ്ടത്. കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു, ബാക്കി 2-3 പേര് ഇനി പോകാനായിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഇത്രയും എൻ്റെ ബുക്കാണ്. ആ ഇരിക്കുന്ന സാധനങ്ങൾ കൂടാതെ ഈ ബുക്കാണ് എനിക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നത്. ഈ റെക്കോർഡും കാര്യങ്ങളൊന്നും ഞാൻ അധികം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്ന് എനിക്ക് കൊടുക്കാനുള്ളൊരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് എഴുതിയത് കൊണ്ട് തന്നെ കൊടുത്തില്ല. സോ അങ്ങനെ പോണ ഷിഫ്റ്റ് ചെയ്ത വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവരെയും കൂടെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ലുലുവിൽ ഇവർ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ലുലുവിൽ അവരെ ഇറക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നു. ആ വഴിക്കാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ വീട്ടിലോട്ട് സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തെടുത്തിട്ട് പോകുമായിരുന്നു. അങ്ങനെ വീട്ടിലൊക്കെ സക്സസ്ഫുള്ളി നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല.